ഗായ്സ് വെൽക്കം ബാക്ക് ടു അനുജാമസ് ഓൾവേട്ട്. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നുമില്ല. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ഇന്നിപ്പോൾ 22 വയസ്സായി. അപ്പം ഇതുവരെ നമ്മൾ രാവിലെ ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ കുളിച്ച് ഒരുങ്ങി നമ്മൾ അമ്പലത്തിൽ പോകും. അപ്പം ഞാൻ ഇപ്രാവശ്യം പോകുന്നത് മണപ്പുറത്താണ്. ഇപ്രാവശ്യം നല്ല ഒത്തിരി തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് മണപ്പുറത്തേക്കാണ്. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ കൂടെയാണ് ഗൈസ്. അവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, നിങ്ങളത് കാണുന്നുണ്ടോ? ഒച്ച കേൾക്കുന്നുണ്ടാവും അല്ലേ? നേരം വൈകിയോ ആവോ നമ്മളെത്തിയപ്പോൾ? ഹേയ്, ചാൻസ് ഇല്ല. അത്ര നേരം വൈകിട്ടൊന്നുമില്ല, കൂടിപ്പോയാൽ ഒരു 7:30. ഈ ചിത്രങ്ങളൊക്കെ നോക്കിയ ഗൈസ്, എന്ത് രസമാണ് വരച്ച് വെച്ചിരിക്കണേ. ഇതൊന്നുമല്ല ഗൈസ്, ഒത്തിരി ചിത്രങ്ങളുണ്ട്. ഈ നമ്മുടെ ആലുവ മണപ്പുറത്തെ ഈ പാലത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരി ചിത്രങ്ങൾ കാണും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പിരിയ. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ആലുവ മണപ്പുറം. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി കുറിയൊക്കെ തൊട്ടിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം നമ്മുടെ വൈറ്റമിൻ ഡി ഒക്കെ കൊണ്ട്, വേറെ നല്ല സൂര്യപ്രകാശം, അങ്ങനെ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി ഒരു ആൽമരത്തിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നാൽ പിന്നെ വെറുതെ ഇവളോട് ഒരു ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ ചോദിച്ചതാണ്. എന്താണ് പറയാനുള്ളത് ബർത്ത്ഡേ ആയിട്ട്? അമ്മേ നാരായണ ദേവി നാരായണ, സോറി, അമ്പലത്തിൽ വന്നുകൊണ്ടാന്ന് തോന്നണം, ഭയങ്കര ഭക്തി കൂടി പോയെ. എങ്ങനെ ഇരിക്കണം? വല്ല കാര്യമുണ്ടോ എനിക്ക് ചോദിക്കേണ്ട? ഇനി എന്തായാലും നിങ്ങൾക്ക് ഈ മണപ്പുറം ഞാൻ ചുറ്റി കാണിച്ചു തരാം. ഈ ഒരു അമ്പലത്തിൽ വരാത്ത ആൾക്കാർ കുറവായിരിക്കും, എന്നാൽ പോലും ഞാൻ എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ് ഗൈസ്. ഇതാണ് മണപ്പുറം. നിങ്ങൾ അവിടെയായിട്ട് കുറച്ച് നീല ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കണ കാണുന്നുണ്ടോ ഗൈസ്? അതാണ് ബലിയിടാൻ വേണ്ടി വന്നതാണത് അവരൊക്കെ. എന്ത് രസമാണ് നോക്കിയ ഗൈസ്, ഫുള്ളൊരു പച്ചമയ അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കുറേ കിളികൾ, പ്രാവുകൾ, പശുക്കൾ, അങ്ങനെ ഒരു പെരിയാറിൻ്റെ തീരത്ത് നല്ലൊരു മനോഹരമായൊരു ശിവക്ഷേത്രം. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര പീസാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ. ഈ ഒരു അമ്പലത്തിൽ വന്ന് എനിക്ക് ഭയങ്കര പീസാണ്. ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചേക്ക് കണ്ടിട്ട് നിങ്ങൾ നട്ടുച്ചയെന്നൊന്നും വിചാരിക്കേണ്ട ഗൈസ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായി കാണണം, അത്രേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു കൃഷ്ണൻ്റെ അമ്പലം. മണപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാതെ എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോകാറില്ല. ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. കൃഷ്ണ അമ്പലത്തിൽ വന്നാൽ മണപ്പുറത്തും വരും, മണപ്പുറത്ത് തൊഴുത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണ അമ്പലത്തിലും പോകണം. ആ കാണുന്നതാണ് അമ്പലം. അങ്ങനെ പാലം ഇറങ്ങി പോണ വഴിക്ക് ഒരാളെ പരിചയപ്പെട്ടു ഗൈസ്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരുന്നതാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആ ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ വന്നതെന്ന് പറഞ്ഞ്. സാധാരണ ആ ചേട്ടനെ മാത്രമേ കാണാറുള്ളൂ. എന്തായാലും പരിപാടി കൊള്ളാം. 25 രൂപയ്ക്ക് നമുക്ക് നല്ല സോഫ്റ്റ് കോപ്പി ഫോട്ടോ കിട്ടും. കൊള്ളാലേ? ഞങ്ങൾ അങ്ങനെ അവരുടെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു എറേസർ ഗിഫ്റ്റായിട്ട് തന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ? പക്ഷേ ഉപയോഗിക്കാറില്ലല്ലോ നമ്മളിപ്പോൾ അത്. ഈ ഇടവഴി കൂടി നമുക്ക് കൃഷ്ണൻ അമ്പലത്തിലോട്ട് പോവാലോ ഗൈസ്? പണിപ്പാളി ഗൈസ്, ഗേറ്റ് തുറന്നിട്ടില്ല, നമുക്കിനി റോഡ് വഴി പോകേണ്ടി വരും. സാരമില്ല, നമുക്ക് പോവാം. പിന്നെ ഗൈസ്, നമ്മൾ ഇവിടെ വേറൊരാളുടെ വീട് കാണിച്ചു തരുന്നതാണ്. ആരുടെ വീടാ പ്രവേ? ദിലീപ്. യെസ്, അതെ ഗൈസ്, നമ്മുടെ എവർഗ്രീൻ സൂപ്പർ ആക്ടർ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ വീടാണിത്. ഈ ഒരു അമ്പലത്തിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ട്, ഈ ഒരു വീടും ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. അവസ്ഥ അല്ലേ? അങ്ങനെ ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് മണപ്പുറത്തേക്കുള്ള വ്യൂ കണ്ടോ? അടിപൊളിയല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം, കണ്ടോ? ഫേസ് ടു ഫേസ് ഒരു കണക്ഷൻ വന്നു. ഇനി പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്, ഒരു ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയായോ എന്തോ. ഇപ്പം ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഇടവഴി കൂടി വന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് കയറാനുള്ള എൻട്രി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് നേരെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കടയിൽ പോയി 2 ചൂട് കോഫിയും 2 ചൂട് സമൂസയും നമ്മൾ ഓർഡർ ചെയ്തു. പക്ഷെ സങ്കടകരമായൊരു കാര്യം, ചായ അടിപൊളിയായിരുന്നു, ചായ അല്ല ഗൈസ്,
കോഫി മാറിപ്പോയി. കോഫി അടിപൊളിയായിരുന്നു, പക്ഷെ സമൂസ അതും നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഈ ഉണ്ടക്കണ്ണ് വെച്ച് ആരെയും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോസ് വരുന്നുണ്ടോ എന്നാണ്. സോസ് ഉണ്ടായില്ല ഗൈസ്. സോസ് ഇല്ലാണ്ട് എങ്ങനെയാണ് നമ്മൾ സമൂസയും പപ്സൊക്കെ തിന്നുക അല്ലേ? എനിക്ക് ഒട്ടും ഇത് ചിന്തിക്കാൻ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണത്. സോസ് ഇല്ലാണ്ട് സമൂസ ഇറങ്ങില്ല. പിന്നെ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, എങ്ങനെ, അതുകൊണ്ട് കഴിച്ചു. അങ്ങനെ സമൂസയിൽ ഞങ്ങൾ ഒതുക്കാൻ തയ്യാറായില്ല, കാരണം കോഫി ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പപ്സും കൂടി ഓർഡർ ചെയ്ത് അതും വയറ്റിലാക്കി ഗൈസ്. ചൂട് പപ്സും ചൂട് കോഫിയും ചൂട് സമൂസ, ആഹാ അടിപൊളി. അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ വയറ്റിലാക്കി സ്ഥലം കാലിയാക്കി. ഇനി അധികം പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പോട്ടെ, ടാറ്റാ ബൈ. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഒരു ബർത്ത്ഡേ മോർണിംഗ് വ്ളോഗ്, ഒരു ടെമ്പിൾ ഡേ എന്നൊക്കെ പറയാം. അപ്പം ശരി ഗൈസ്, ബൈ.